ഹായ് ദിസ് ഇസ് ഷീതു മിസ് ഫ്രം വിന്നേഴ്സ് ആൻഡ് നമുക്കറിയാം ഓണപരീക്ഷ ചൂട് അല്ലേ. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു. ഈ മിസ് വീണ്ടും വന്നിരിക്കുകയാണ്. ദാറ്റ് ഇസ് ഫോർ തേർഡ് ചാപ്റ്റർ ഇതാണ് കെമിക്കൽ മെസ്സേജസ് ഫോർ ഹോമിയോസ്റ്റാസിസ്, ആന്തര സമസ്ഥിതിക്കായുള്ള രാസ സന്ദേശങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ആണ്. ഒരു സിമ്പിൾ കാര്യം പറയാം, ഈ ചാപ്റ്റർ പഠിച്ചാൽ ഭയങ്കര എളുപ്പമാണ്, പഠിച്ചില്ലെങ്കിൽ ഭയങ്കര ടഫുമാണ്. രണ്ടാമത്തെ കാര്യം, ഈ ചാപ്റ്ററിൽ നിന്ന് ഷുവർ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമില്ല, എല്ലാം ഷുവർ ക്വസ്റ്റ്യൻ ആണ്. കാരണം എല്ലാം മാറി 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 ചോദിക്കും. ഇന്നിപ്പോൾ പാൻക്രിയാസ് ചോദിച്ചാൽ നാളെ നിങ്ങളുടെ അഡ്രലിൽ ചോദിക്കും, മറ്റന്നാൾ പീനിയിൽ ചോദിക്കും, അങ്ങനെ മാറി മാറി ചോദിക്കുന്നതുകൊണ്ട് സ്ഥിരമായിട്ട് ഇതിന് ലൈക്ക് നമ്മളിപ്പോൾ ഈ തവണ ഇന്ന ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്താൽ അടുത്ത തവണ വേറൊരു ക്വസ്റ്റ്യൻ വന്നിരിക്കും എന്നുള്ളതാണ്. കാരണം ഇവിടെ എല്ലാം ഇങ്ങനെ മാറി മാറി എല്ലാം ചോദിക്കുന്നത് കൊണ്ടിട്ട് എല്ലാം തന്നെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മാക്സിമം എണ്ണം ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് പയ്യെ തുടങ്ങാം. നമ്മൾ ഇതിനകത്ത് മിസ് വേഗത്തിൽ ഒന്ന് ജസ്റ്റ് ഇതിന്റെ ഏതൊക്കെയാണ് ഗ്ലാൻസ് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞു ചോദിക്കാം. ഇതിനകത്ത് മെയിൻ പഠിക്കേണ്ടതായിട്ട് ഇല്ലാത്തതുകൊണ്ടാണ് മിസ് ഇതിനകത്ത് സ്പെഷ്യലായിട്ട് കൊണ്ടുവരുന്നത് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ പാൻക്രിയാസ് പഠിക്കണം. പാൻക്രിയാസിനകത്ത് ഉണ്ടാകുന്ന ഹോർമോൺസ്, അതിന്റെ ഫംഗ്ഷൻ, അതുകൊണ്ടുണ്ടാകുന്ന അസുഖം. എല്ലാ ഗ്ലാൻഡ് പഠിക്കുമ്പോഴും എന്താണ് ഗ്ലാൻഡിന്റെ പേര്, എന്താണ് ഗ്രന്ഥിയുടെ പേര്, അവരുണ്ടാക്കുന്ന ഹോർമോൺസ് എന്തൊക്കെയാണ്, ഹോർമോണിന്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്, ധർമ്മങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ എന്തെങ്കിലും രോഗം അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് പഠിക്കണം. ഓക്കെ, അപ്പൊ പാൻക്രിയാസിൽ ഉണ്ടാകുന്ന രോഗം ഏതാ? ദാറ്റ് ഇസ് ഡയബറ്റിസ്, പ്രമേഹം അല്ലെ, അത് പഠിക്കണം. തൈറോയിഡ് പഠിക്കണം. അപ്പൊ അവിടെ ഹൈപ്പർ തൈറോയിഡിസം, ഹൈപ്പോ തൈറോയിഡിസം, ഗോയിറ്റർ അതെല്ലാം പഠിക്കണം. പാരാ തൈറോയിഡ് എന്ന് പറഞ്ഞ ഗ്രന്ഥി പഠിക്കണം. അവിടെ നമുക്ക് പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ല, പക്ഷെ കാൽസ്യത്തിന്റെ ആ ഒരു ലെവല് ക്രമീകരിക്കുന്ന കാര്യം പറയുന്നുണ്ട്, അതൊന്ന് പഠിക്കണം. കാൽസ്യം, ഗ്ലൂക്കോസ്, ഇതിന്റെ എല്ലാത്തിനും നോർമൽ വാല്യൂ പഠിക്കണം കേട്ടോ. ഗ്ലൂക്കോസിന് എത്രയാ? 70 മുതൽ 110 മില്ലിഗ്രാം വരെ അല്ലെ. കാൽസ്യം എത്രയാ? 9 മുതൽ 11 മില്ലിഗ്രാം വരെ. അതുകൂടെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. പിന്നെ തൈമസ് ഉണ്ട്. തൈമസിൽ നിന്നുണ്ടാകുന്നത് തൈമോസിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഹോർമോൺ. അഡ്രിനൽ ഉണ്ട്, അതിൽ കോർട്ടെക്സ് മെഡുല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അഡ്രിനാലിൻ, നോർ അഡ്രിനാലിൻ, എപ്പിനെഫ്രിൻ, കോർട്ടിസോൾ, ആൽഡോസ്റ്റിറോൺ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട് അല്ലെ. അത് പഠിക്കണം. അഡ്രിനലിൽ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഇല്ല. പിന്നെ വരുന്നതാണ് നമ്മുടെ പീനിയൽ, ഉറങ്ങാനൊക്കെ സഹായിക്കുന്ന ഹോർമോൺ അല്ലെ, മെലറ്റോണിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഹോർമോൺ. പിന്നെ വരുന്നത് പിറ്റ്യൂട്ടറി ആണ്. പിറ്റ്യൂട്ടറിയിൽ 2 ഉണ്ട്, 2 ഭാഗങ്ങളുണ്ട്, മുൻതലം പിൻതലം, ആന്റീരിയർ ലോബ്, പോസ്റ്റീരിയർ ലോബ് എന്നൊക്കെ പറഞ്ഞിട്ട്. മെയിൻ ഹോർമോൺ എന്ന് പറയുന്നത് ഗ്രോത്ത് ഹോർമോൺ ആണ്, വളർച്ച ഹോർമോൺ ആയിട്ടുള്ള സൊമാറ്റോട്രോപ്പിൻ ആണ്. പിന്നെ അവിടെ കുറച്ച് നമ്മുടെ ഈ പ്രഗ്നൻസിക്കൊക്കെ വേണ്ടിയിട്ടുള്ള പ്രോലാക്റ്റിൻ, ഓക്സിറ്റോക്സിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഹോർമോണുകളുണ്ട്, പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളുണ്ട്. അതുപോലെ തന്നെ ആന്റി ഡയോറിറ്റിക് ഹോർമോൺ അല്ലെങ്കിൽ വാസോപ്രസിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോർമോൺ കൂടെ ഉണ്ട്. അതും കൂടെ ഒന്ന് നിർബന്ധമായിട്ട് ഓർത്ത് വെക്കാനായിട്ട് ശ്രമിക്കാം. പിന്നെ നമ്മളുടെ പിറ്റ്യൂട്ടറി ഒക്കെ വിട്ട് വരുന്ന കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്തുണ്ട്? ഹൈപ്പോതലാമസ് ഉണ്ട്. ഹൈപ്പോതലാമസ് പഠിച്ചേക്കണം. പിന്നെ അതുപോലെ തന്നെ ടെസ്റ്റസ് ഓവറി എന്ന് പറയുന്ന 2 ലൈംഗിക അവയവങ്ങളുണ്ട് അല്ലെ, സെക്സ് ഓർഗൻസ് ഉണ്ട്. അതിനുണ്ടാവുന്ന 2 സെക്സ് ഹോർമോൺസ്, ടെസ്റ്റോസ്റ്റിറോണും ഈസ്ട്രോജൻ, പ്രോജസ്റ്ററോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഹോർമോൺസ്. പിന്നെ നമുക്ക് മെയിൻ പാർട്ടാണ് ഫിറമോൺ. ഫിറമോണിൽ നിന്ന് ഒരു 2-3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്തിട്ട് വേണം പോകാനായിട്ട് കേട്ടോ. ഇത്ര നാളും ഓണപരീക്ഷയ്ക്ക് ഫിറമോൺ ഉണ്ടായിട്ടില്ല. കാരണം ഫിറമോണിന് മുന്നേ വരെയുള്ള പോർഷൻസ് ആണ് പൊതുവെ ഓണപരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണ സെപ്റ്റംബറിലായതുകൊണ്ട് അതുണ്ട്. പ്ലസ് പ്ലാന്റിന്റെ ഹോർമോൺസ്, ഓക്സിൻ, സസ്യ ഹോർമോണുകൾ, ഓക്സിൻ, ഗിബർലിൻ, സൈറ്റോകൈനിൻ, പിന്നെ അതുപോലെ തന്നെ അബ്സിസിക് ആസിഡ്, എത്തിലിൻ എന്നുള്ളതൊക്കെ ആ ഒരു ഹോർമോൺസും കൂടെ ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. അവരുടെ ജോലിയും കൂടെ പഠിച്ചു വെച്ചിരിക്കാം. പൈനാപ്പിൾ പഴുക്കാൻ സഹായിക്കുന്നത് എന്ത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും കേട്ടോ. അപ്പൊ ആ കൃത്യമായിട്ടുള്ള ഹോർമോണൊക്കെ എഴുതി വെച്ചേക്കണം. അപ്പൊ നമുക്ക് പയ്യെ ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കിക്കളയാം കേട്ടോ. യെസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ മിസ് കൊണ്ടുവന്നിരിക്കുന്നത് അത് നമ്മളുടെ ഫെറമോണിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ഉറുമ്പുകളെല്ലാം ഒരു ജാത പോലെയാണ് പോകുന്നത് അല്ലെ. അപ്പൊ അതിന് കാരണം ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള കെമിക്കൽ ആണ് എന്നുള്ളത് നമ്മൾ പറയുന്നുണ്ട്. ആ കെമിക്കലിന്റെ പേര് എന്താണെന്നതാണ് ഈ ചോദ്യമായിട്ട് എഴുതേണ്ടത്. എക്സാമ്പിൾസ് എഴുതണം, യൂസസ്, ഏതെങ്കിലും 2 യൂസസ് എഴുതണം. ഇത്രേ പഠിക്കാനുള്ളൂ. ഫെറമോൺ പഠിക്കുമ്പോൾ അത്ര കാര്യങ്ങൾ എടുത്ത് പഠിക്കാനുള്ളൂ. അപ്പൊ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഉറുമ്പുകൾ ഈ പറഞ്ഞ പോലെ ചില രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ടിട്ടാണ് നിശ്ചിതമായിട്ടുള്ള പാതയിലൂടെ നടന്നു പോകുന്നത് അല്ലെ. ഇത്രയും രാസവസ്തുക്കളുടെ പേര് എഴുതണം, ഉദാഹരണം എഴുതണം, അതുപോലെ തന്നെ പ്രയോജനം എഴുതണം, അല്ലെങ്കിൽ ഫംഗ്ഷൻസ് എഴുതണം അല്ലെ. രാസവസ്തുവിന്റെ പേരാണ് എന്ത്? ഫിറമോൺ അല്ലെ. അതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് സിവറ്റോൺ എഴുതാം, മസ്കോൺ എഴുതാം, ബോംബിക്കോൾ എഴുതാം, പലതും എഴുതാം. സിവറ്റോൺ ഉണ്ടാക്കുന്നത് ആരാണ്? സിവറ്റ് ക്യാറ്റ് അല്ലെങ്കിൽ വിരകാണ്. മസ്കോൺ ഉണ്ടാക്കുന്നത് ആരാ? മസ്കോൺ എന്താ? മസ്കോൺ എന്ന് വെച്ചാൽ നമ്മുടെ കസ്തൂരി അല്ലെ. മസ്കോൺ ഉണ്ടാക്കുന്നത് മസ്ക് ഡിയർ അല്ലെങ്കിൽ കസ്തൂരിമാൻ. ബോംബിക്കോൾ ഉണ്ടാക്കുന്നത് സിൽക്കോം അല്ലെങ്കിൽ പട്ടുനൂൽപ്പുഴു. ഇതിന്റെ പ്രയോജനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഒന്ന് ഈ ഉറുമ്പിന്റെ കഥ എഴുതാൻ പറ്റും നമുക്ക്. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന മറ്റൊരു കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണയെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും, മെയ്റ്റിനെ ആകർഷിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ എവിടെയെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഫുഡുള്ള കാര്യം മറ്റ് കൂടെയുള്ള ജീവികളുണ്ടല്ലോ അവരെ അറിയിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഫെറമോൺസ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾക്ക് നമ്മളുടെ എന്തെങ്കിലും ആക്രമിക്കുന്ന ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഈ കോളനികളായിട്ട് ജീവിക്കുന്നവരില്ലേ, ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മുടെ തേനീച്ച അല്ലെങ്കിൽ ചെതൽ പോലുള്ള സാധനങ്ങൾ കോളനികളായിട്ട് ജീവിക്കുമ്പോൾ ആ കോളനി നിലനിർത്തുന്നതും ഈ പറഞ്ഞ പോലെ ഫെറമോൺസ് ആണ് എന്നുള്ളതും ഓർക്കുക. മനുഷ്യന്മാർക്ക് ഫെറമോൺസ് ഉണ്ടോ?
ഉണ്ട് കേട്ടോ, മനുഷ്യന്മാർക്കും ഫെറമോൺസ് ഉണ്ട്, അതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം ആ ഒരു എന്താണ് രാസവസ്തുവിന്റെ പേര്, ദാറ്റ് ഇസ് ഫെറമോൺ. എക്സാമ്പിൾസ് പഠിക്കണം, യൂസസ് ആയിട്ടും പഠിക്കണം. ഓക്കെ, അത്രയേ ഉള്ളൂ. ഫെറമോണിനെ പഠിക്കണം, അത്രയും പഠിച്ചാൽ തന്നെ നമുക്ക് കാര്യം റെഡി ആയി കേട്ടോ. സിവറ്റോൺ ഉണ്ടാക്കുന്നത് സിവറ്റ് കാറ്റ് അല്ലെങ്കിൽ വെരുക, അത് ആരാ ഉണ്ടാക്കുന്നതെന്ന് കൂടെ എന്നെ കൂട്ടത്തിൽ കൂടെ പഠിച്ചു വെച്ചിരിക്കാം കേട്ടോ. യെസ്. ഇനി അടുത്തത് ഇവിടെ ഒരു ഇല്ലസ്ട്രേഷൻ, ഒരു ചിത്രീകരണം കൊടുത്തിട്ടുണ്ട്. നിങ്ങളോട് എവിടെ എന്താണ് വരുന്നുണ്ടായിരിക്കുക, എയിലും ബിയിലും എന്ത് വരും എന്നുള്ളതാണ് നിങ്ങളോട് ഇവിടെ നിന്ന് എടുത്ത് എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ പ്രൊഡക്ഷൻ ഓഫ് സൊമാറ്റോട്രോപ്പിൻ ഇൻക്രീസസ്, സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദനം കൂടുന്നു. വളർച്ചാഘട്ടത്തിന് ശേഷം കൂടിയാൽ എന്ത് സംഭവിക്കും, വളർച്ചാഘട്ടത്തിൽ കൂടിയാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ചോദ്യം. യെസ് ഓക്കെ. അപ്പൊ സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദനം കൂടിയാൽ, വളർച്ചാഘട്ടത്തിന് ശേഷം കൂടിയാൽ എന്ത് സംഭവിക്കും, വളർച്ചാഘട്ടത്തിൽ കൂടിയാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് എയിൽ ബിയിൽ എഴുതേണ്ടത് അല്ലെ. ആഫ്റ്റർ ഗ്രോത്ത് ഫേസും ഡ്യൂറിംഗ് ഗ്രോത്ത് ഫേസും. അപ്പൊ ഓപ്ഷൻസ് വന്നിട്ടുണ്ട്, അക്രോമെഗാലി, ക്രെറ്റിനിസം, ഡ്വാർഫിസം, ജൈജാന്റിസം. ആഫ്റ്റർ ഗ്രോത്ത് ഫേസ് എന്താ, വളർച്ചാഘട്ടത്തിന് ശേഷം ഉണ്ടാകുന്നതാണ് അക്രോമെഗാലി. വളർച്ചാഘട്ടത്തിൽ അല്ലെങ്കിൽ ഡ്യൂറിംഗ് ദിസ് ഗ്രോത്ത് പീരിയഡ് അതാണ് എന്ത്, ഭീമാകാരത്വം അല്ലെങ്കിൽ നമ്മളുടെ ജൈജാന്റിസം എന്ന് പറയുന്നത്. അപ്പൊ എ അക്രോമെഗാലിയാണ്, ബി ജൈജാന്റിസം അല്ലെങ്കിൽ ഭീമാകാരത്വമാണ് എന്നുള്ളത് ഓർക്കുക. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പ്ലാന്റ് ഹോർമോൺസിന്റെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് മിസ് കൊണ്ടുവന്നേക്കുന്നത്. നോക്കുക, ഇതേപോലെ ഇവിടെ അണ്ടർലൈൻ ചെയ്ത് തന്നിട്ടുണ്ട്, അതിലെന്തോ തെറ്റുണ്ട്, തെറ്റ് കൺസിഡർ ചെയ്തിട്ട് തിരുത്തി എഴുതുക എന്നുള്ളത് മാത്രമാണ് കേട്ടോ. ഓക്കെ, യെസ്. അപ്പോ കറക്റ്റ് പേർ ഏതാന്നുള്ളത് തെറ്റുണ്ട്, അത് തിരുത്തി എഴുതണ്ട, നമ്മളോട് കറക്റ്റ് പേര് മാത്രം ചൂസ് ചെയ്ത് എഴുതിയാൽ മതി. തിരുത്തി എഴുതാനായിട്ട് ചിലപ്പോൾ പറയാറുണ്ട്, അപ്പൊ അതൊന്ന് നോക്കി കണ്ട് ചെയ്തേക്കണം. ഇവിടെ കറക്റ്റ് പേര് മാത്രം ചൂസ് ചെയ്ത് എഴുതിയാൽ മതി. അപ്പൊ നോക്കാം, നമുക്ക് ഗിബറലിൻ സ്റ്റിമുലേറ്റ്സ് ബ്രേക്ക് ഡൗൺ ഓഫ് സ്റ്റോർഡ് ഫുഡ് ടു ഫെസിലിറ്റേറ്റ് ജെർമിനേഷൻ, അതാണ് ഫസ്റ്റ് പോയിന്റ്. എത്തലീൻ പ്രൊമോട്ട്സ് ദ ഗ്രോത്ത് ഓഫ് ടെർമിനൽ ബഡ്സ്, സൈറ്റോകിനിൻ മെയിൻറ്റെയിൻസ് ദ ഡോമൻസി ഓഫ് ദ എംബ്രയോ. 3 പോയിന്റ്സ് ആണ്. മലയാളം നമുക്ക് നോക്കാമേ. സമീകൃത ആഹാരത്തെ വിഘടിപ്പിച്ച് വിത്തുകൾ മുളയ്ക്കാൻ ഗിബറലിൻ സഹായിക്കുന്നു. എത്തലീൻ അഗ്രകുമിളത്തിന്റെ വളർച്ചയെ സഹായിക്കുന്നു. ഭ്രൂണത്തിന്റെ സുപ്താവസ്ഥ നിലനിർത്തുവാൻ സൈറ്റോകിനിൻ സഹായിക്കുന്നു എന്നുള്ളതാണ് 3 പോയിന്റ്സ് ആയിട്ട് തന്നേക്കുന്നത്. അപ്പൊ ഇതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ച് എഴുതണം. കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണ്, കറക്റ്റ് ആയിട്ടുള്ളത് ബിയിൽ ഈ പറഞ്ഞ പോലെ അബ്സിസിക് ആസിഡ് എന്ന് വരും. ഓക്കെ, ബിയിൽ അബ്സിസിക് ആസിഡ് എന്നായിരിക്കും വരുന്നുണ്ടായിരിക്കുക. എത്തിലിൻ എന്നാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ആൻഡ് നമ്മുടെ സിയിൽ എന്ത് വരും, ബിയിൽ അബ്സിസിക് ആസിഡ് അല്ല, ബിയിൽ ഓക്സിൻ വരും, സിയിൽ എന്ത് വരും, അബ്സിസിക് ആസിഡ് വരും കേട്ടോ. ബിയിൽ ഓക്സിനും സിയിൽ അബ്സിസിക് ആസിഡും വരും. അതൊന്ന് തിരുത്തി എഴുതുക. തിരുത്തി എഴുതി കഴിഞ്ഞാൽ ഇത് ശരിയായിരിക്കും. കറക്റ്റ് ആയിട്ട് അവിടെ കൊടുത്തേക്കുന്നത് ഇതാണ് അല്ലെ, ഗിബറലിന്റെ കാര്യമാണ് കറക്റ്റ് ആയിട്ട് കൊടുത്തേക്കുന്നത് എന്നുള്ളത് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. ഓക്കെ, യെസ്. ഇങ്ങനെയാണ് ആൻസേഴ്സ് വരുന്നുണ്ടായിരിക്കുക. ഇവിടെ എത്തിലിന്റെ സ്ഥാനത്ത് ഓക്സിൻ ആക്കണം, ഇവിടെ സൈറ്റോകിനിന്റെ സ്ഥാനത്ത് അബ്സിസിക് ആസിഡ് ആക്കണം. അത്രയേ ഉള്ളൂ ബിയിലും സിയിലും ചെയ്യാൻ. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുന്നത് നമ്മുടെ എ ആണ് എന്നുള്ളത് കൂടെ ഓർക്കുക. ഓക്കെ, യെസ്. ഇനി അടുത്ത ചോദ്യം, ഇവിടെയും ഇതുപോലെ അണ്ടർലൈൻഡ് ആയിട്ടുള്ള കുറച്ച് പോർഷൻസ് ഉണ്ട്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമ്മൾ അതിന് തിരുത്തി കൺസിഡർ ചെയ്ത് എഴുതണം. ഓക്കെ, അപ്പൊ മിസ്റ്റർ ആ ഒരു സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഒന്ന് വായിക്കാം. ദ ഹോർമോൺ തൈമോസിൻ ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ദ റിതം ഓഫ് അവർ ഡെയിലി ആക്ടിവിറ്റീസ്. തെറ്റുണ്ട് അല്ലെ. ബി നോക്കുക, തൈമോസിൻ ഇസ് ഓൾസോ കോൾഡ് എസ് യൂത്ത് ഹോർമോൺ. ശരിയാണ് അല്ലെ. സി നോക്കുക, പീനിയൽ ഗ്ലാൻഡ് സെക്രീറ്റ്സ് ദ ഹോർമോൺ തൈമോസിൻ. പീനിയൽ ഗ്ലാൻഡ് തെറ്റാണ് അല്ലെ. മലയാളത്തിൽ ഒന്ന് വായിക്കാം. തൈമോസിൻ ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളക്രമം നിയന്ത്രിക്കുന്നു. തൈമോസിൻ ആണോ? അല്ല. ബി നോക്കുക, തൈമോസിനെ യുവത്വ ഹോർമോൺ എന്ന് വിളിക്കുന്നു. അതെ. പൈനിയൽ ഗ്ലാൻഡ് തൈമോസിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു. പൈനിയൽ ഗ്ലാൻഡ് അല്ല. അപ്പൊ ഈ തൈമോസിൻ ദൈനംദിന പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നു. ദൈനംദിന പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് തൈമോസിൻ അല്ല. ഡെയിലി ആക്ടിവിറ്റീസ് നിയന്ത്രിക്കുന്നത് ആരാണ്? ദാറ്റ് ഇസ് മെലാറ്റോണിൻ. അപ്പൊ എയുടെ ആൻസർ ആയിട്ട് വരുന്നത് ദാറ്റ് വിൽ ബി മെലാറ്റോണിൻ ആയിരിക്കും വരുന്നുണ്ടായിരിക്കാം. ബിയിൽ തെറ്റൊന്നുമില്ല. സിയിൽ ചോദിച്ചിരിക്കുന്നത് തൈമോസിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് തൈമസ് ആണ്. അപ്പൊ ഈ പീനിയൽ ഗ്രന്ഥിക്ക് പകരം പൈനിയൽ ഗ്രന്ഥിക്ക് പകരം നമ്മൾ എന്ത് എഴുതണം? നമ്മൾ എഴുതേണ്ടത് തൈമസ് ഗ്രന്ഥി അല്ലെങ്കിൽ തൈമസ് ഗ്ലാൻഡ് എന്നാണ്. ഓക്കെ, യെസ്. അടുത്ത ചോദ്യം നോക്കാം. നമുക്കിവിടെ കാൽസ്യത്തിന്റെ നോർമൽ ലെവൽ, സാധാരണ അളവ് എന്താണെന്നുള്ളത് ഈ ഓപ്ഷൻസിൽ നിന്ന് കണ്ടുപിടിക്കണം. മിസ് തുടക്കത്തിൽ പറഞ്ഞതാണ് 9 മുതൽ 11 മില്ലിഗ്രാം വരെ 100 ml രക്തത്തിൽ കാണാനായിട്ട് സാധിക്കും. അതാണ് നമ്മളുടെ കാൽസ്യത്തിന്റെ നോർമൽ അളവ് എന്ന് പറയുന്നത്. ഓർത്തു വെച്ചിരിക്കുക കേട്ടോ. കാൽസ്യത്തിന്റെ നോർമൽ അളവ് എന്ന് പറയുന്നത് 9 മുതൽ 11 മില്ലിഗ്രാം വരെയാണ്. ഈ സിയിൽ കൊടുത്തേക്കുന്നത് ഗ്ലൂക്കോസിന്റെ നോർമൽ അളവാണ് 70 to 110 മില്ലിഗ്രാം per 100 ml എന്ന് പറയുന്നത്. 126 കൂടുതലായി കഴിഞ്ഞാൽ ഒരാൾക്ക് പ്രമേഹം ഉണ്ട്, ഡയബറ്റിക്സ് ഉണ്ട് എന്നുള്ളതാണ് വരുന്നത്. ഓക്കെ, ഇവിടെ കാൽസ്യത്തിന്റെ ലെവലാണ് ചോദിച്ചിരിക്കുന്നത്. സോ ദാറ്റ് ഇസ് നമ്മളുടെ 9 മുതൽ 11 മില്ലിഗ്രാം വരെ ഇൻ 100 ml ഓഫ് ബ്ലഡ്. ഓക്കെ, അടുത്ത ചോദ്യം ഇവിടെ നോക്കുക. എല്ലാ ഹോർമോൺസും എല്ലാ സെൽസിലും ഫംഗ്ഷൻ ചെയ്യുന്നില്ല, എല്ലാ കോശങ്ങളിലും പ്രവർത്തിക്കുന്നില്ല. ഓൾ ഹോർമോൺസ് ഡു നോട്ട് ഫംഗ്ഷൻ ഇൻ ഓൾ ദ സെൽസ്. ഇതിന് റീസൺ എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞേക്കുന്നത് അല്ലെ. വേറെ ഒന്നുമില്ല, നമ്മുടെ ചാപ്റ്റർ തുടങ്ങുമ്പോൾ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട് അല്ലെ. നമ്മളുടെ സെൽസ്, ഓരോ സെൽസിനടുത്തേക്കും ഹോർമോൺസ് എത്തുന്നുണ്ട്. ആൻഡ് ഈ സെൽസിനകത്ത് ഹോർമോൺസ് എത്തുന്നത് രക്തത്തിൽ കൂടെയാണ്, ബ്ലഡിൽ കൂടെയാണ് അല്ലെ. ആൻഡ് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽസിൽ റിസപ്റ്റേഴ്സ് ഉണ്ടായിരിക്കും അല്ലെ.
ഗ്രാഹികൾ ഉണ്ടായിരിക്കും. ആ ഗ്രാഹിയിൽ കറക്റ്റായിട്ട് ഹോർമോൺ ചെയ്യുന്ന ഫിറ്റ് ആയാൽ മാത്രമേ ആ സെല്ലിൽ ആവശ്യത്തിനുള്ള ചേഞ്ചുകളെല്ലാം നടന്നിട്ട് ആ സെല്ല് എന്ത് ചെയ്യുള്ളൂ, ഹോർമോണിനെ സ്വീകരിക്കാൻ പ്രാപ്തമായിട്ട് ഹോർമോണിന് അവിടെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കുള്ളൂ. അതല്ല, ഈ റിസപ്റ്റർ അല്ലെങ്കിൽ ഗ്രാഹിക്കാത്ത ഹോർമോൺ ഫിറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ എന്ത് പറ്റില്ല, കൃത്യമായിട്ട് ആ ഹോർമോണിന് അവിടെ പ്രവർത്തിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഒരു ഹോർമോൺ ഇപ്പോൾ ഒരു സെല്ലിന്റെ അടുത്തേക്ക് ചെന്നു, എന്നിട്ട് ആ ഗ്രാഹിയിൽ ഫിറ്റ് ആകാൻ ശ്രമിച്ചു, പക്ഷെ ഫിറ്റ് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്, ആ ഹോർമോണിന് ആ സെല്ലിന് ആ ഹോർമോണിനെ കൊണ്ട് ആവശ്യമില്ല, അല്ലെങ്കിൽ ആ ഹോർമോണിന് അവിടെ പ്രവർത്തിക്കേണ്ടതായിട്ടുള്ള ആവശ്യകത ഇല്ല എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ആ ഒരു രീതിയിലായിരിക്കും ആൻസർ വരുന്നുണ്ടായിരിക്കാം. അപ്പൊ അതുകൊണ്ട് ഒന്ന് നോക്കിയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ. ഓക്കെ, അങ്ങനെയാണ് ആൻസർ വരുന്നത്. യെസ്, ഇനി അടുത്ത ചോദ്യം നോക്കുക. ഒരാളുടെ യൂറിൻ സാമ്പിൾ, ഒരാളുടെ രണ്ടാളുകളുടെ യൂറിൻ സാമ്പിൾ ടെസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ ബെനഡിക്ട് റിയേജനെ നോക്കിയിട്ടാണ് ടെസ്റ്റ് ചെയ്തേക്കുന്നത്. നിങ്ങളോട് അതിൽ നിന്ന് കണ്ടെത്താൻ പറ്റുന്ന നിഗമനം എന്താണെന്നുള്ളത് എഴുതുക എന്നുള്ളതാണ്. എ എന്ന് പറഞ്ഞ സാമ്പിൾ ഓറഞ്ച് കളറിൽ മാറി, ബി എന്ന് പറയുന്ന സാമ്പിൾ നീല നിറത്തിൽ മാറി. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. റെഡിന്റെ ഷെയ്ഡ്സിലേക്ക് വരുമ്പോൾ പയ്യെ അവർക്ക് എന്ത് രൂപപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്, അവർക്ക് നമ്മളുടെ എന്താ പറയാ, നമ്മളുടെ ഗ്ലൂക്കോസ് വന്നിട്ട് പ്രമേഹമായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലെ. അപ്പോൾ സാമ്പിൾ എ ബ്ലൂ കളറിലാണ്, സാമ്പിൾ എ ഓറഞ്ച് കളറിലാണ്. അപ്പോൾ ഓറഞ്ച് കളറിലുള്ളതാകുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ചെറിയ തോതിൽ എന്ത് കാണാൻ പറ്റും, അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾക്ക് ഗ്ലൂക്കോസ് കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് വരുന്നത് അല്ലെ. ഓറഞ്ച് നിറം വരുമ്പോൾ ഓൾമോസ്റ്റ് ഗ്ലൂക്കോസ് ഉണ്ട്. ബ്ലൂവിനകത്തും ഇതുപോലെ ചെറിയ തോതിൽ എന്തുണ്ട്, ഗ്ലൂക്കോസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും അല്ലെ. ബ്ലൂ ഉള്ള ആള് വളരെ തുച്ഛമായിട്ടേ ഗ്ലൂക്കോസ് ഉണ്ടാവുള്ളൂ, പക്ഷെ അയാൾ ഡയബറ്റിക് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, ഡയബറ്റിക് ആണെന്ന് പറയാൻ പറ്റത്തില്ല, സാധാരണ അളവിൽ എന്തുണ്ട്, ഗ്ലൂക്കോസ് ഉണ്ടെന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ സാമ്പിൾ എ ഓറഞ്ച് കളറിലുള്ളതുകൊണ്ട് അത്യാവശ്യം നല്ലപോലെ ഗ്ലൂക്കോസ് ഉണ്ടായിരിക്കും അതിനകത്ത്. സാമ്പിൾ ബി എന്ന് പറഞ്ഞാൽ ബ്ലൂ കളറാണ്, അത് അത്ര അധികം ഗ്ലൂക്കോസ് ഉണ്ടായിരിക്കത്തില്ല, പക്ഷെ ഗ്ലൂക്കോസ് ഉണ്ട്, പക്ഷെ ഓവർ ആയിട്ടില്ല അല്ലെ. അപ്പൊ കൂടുതലായിട്ടും ഇതിനകത്ത് പ്രമേഹരോഗിയാവുന്നത് സാമ്പിൾ എ യൂറിനുള്ള ആളായിരിക്കും. മറ്റേ ആൾക്ക് ഈ പറഞ്ഞ പോലെ നോർമൽ ലെവലിലാണ് ഏകദേശം പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് ആ ഇൻഫ്ലുവൻസ് കിട്ടുന്നുണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, യെസ്. ഇനി അടുത്ത ചോദ്യം നോക്കുക. ഇവിടെ ഒരു ചിത്രീകരണം കൊടുത്തിട്ടുണ്ട്. അവിടെ എക്സും വൈയും എന്ന് കൊടുത്തിരിക്കുന്നത് എന്താണെന്നുള്ളത് കണ്ടെത്തണം. എക്സ് എന്ന് പറയുന്നത് ഒരു ഗ്ലാൻഡ് ആണ്, ഒരു ഗ്രന്ഥിയാണ്, അത് കണ്ടെത്തണം. വൈ എന്ന് പറയുന്നത് ഒരു ഹോർമോൺ ആണ്, അതും കണ്ടെത്തണം. ആൻഡ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് വൈ എന്ന് പറഞ്ഞ ഹോർമോണിന്റെ വേറൊരു ഫംഗ്ഷൻ, വേറൊരു ധർമ്മം കൂടെ എഴുതേണ്ടതായിട്ടുള്ള ആവശ്യകതയുണ്ട്. ഓക്കെ, വൈ എന്ന് പറഞ്ഞ ഹോർമോൺ കണ്ടെത്തണം, എക്സ് എന്ന് പറഞ്ഞ ഗ്രന്ഥി അല്ലെങ്കിൽ ഗ്ലാൻഡ് കണ്ടെത്തണം, വൈയുടെ വേറൊരു ജോലിയും കൂടെ കണ്ടെത്തണം അല്ലെ. എക്സ് എന്താണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ, എക്സ് എന്താണ്, വൈ എന്താണ് എന്നുള്ളത് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എക്സ് എന്താണ്? എക്സ് ഒരു ഗ്രന്ഥിയാണ് അല്ലെ. എക്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണ്, ഗ്ലാൻഡ് ഏതാണ് എന്നുള്ളതാണ്. ഗ്ലാൻഡ് ഏതായിരിക്കും? തൈറോയിഡ് ഗ്ലാൻഡ് ആണ് അല്ലെ, തൈറോയിഡ് ഗ്ലാൻഡ് ആണ്. ആൻഡ് വൈ എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത് ആരാണ്? പാരാതോർമോൺ ആണ് എന്നുള്ളത് ഓർത്തു വെച്ചിരിക്കാം. നമ്മളുടെ കാൽസ്യം, നമ്മുടെ രക്തത്തിലേക്ക് എത്തുന്ന കാൽസ്യം എല്ലിൽ അടിഞ്ഞുകൂടാതെ പ്രിവെന്റ് ചെയ്യുന്നതാണ് ഇവന്റെ ഒരു ജോലി എന്ന് പറയുന്നത്. അതും കൂടെ ഒന്ന് ഓർത്തു വെച്ചിരിക്കണം കേട്ടോ. ഓക്കെ, ഹോർമോൺ ആയിട്ട് വരുന്നത് പാരാതോർമോൺ. അവൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി അല്ല തൈറോയിഡ്, വേറൊരു ഹോർമോണിന്റെ ഉണ്ട് കാൽസിറ്റോണിൻ എന്ന് പറയുന്നത്. കാൽസിറ്റോണിനും കൂടെ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഈ ഗ്ലാൻഡ് തൈറോയിഡ് ആയിട്ട് വരുന്നത്. പാരാതോർമോൺ ഉണ്ടാക്കുന്നത് പാരാതൈറോയിഡ് ഗ്രന്ഥി തന്നെയാണ്. വേറൊരു ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാൽസ്യം അസ്ഥിയിൽ അടിഞ്ഞുകൂടാതെ നോക്കുന്നത് ഈ പറഞ്ഞ ആളാണ്. ഓക്കെ, യെസ്. ഇനി അടുത്തൊരു ചോദ്യം നോക്കാം. ദാ ഇവിടെ ഒരു പാൻക്രിയാസിന്റെ ചിത്രമാണ് അല്ലെ, കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ നിങ്ങളോട് ആ ഗ്ലാൻഡ് ഏതാണ്, ഗ്രന്ഥി ഏതാണ് എന്നുള്ളത് തിരിച്ചറിയാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസം എന്താണ്, നമ്മുടെ ഡൈജസ്റ്റീവ് ജ്യൂസ് എന്താണ് എന്നുള്ളത് കണ്ടെത്താനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മളുടെ ബ്ലഡിനകത്തുള്ള ഗ്ലൂക്കോസ് ലെവല് അത് നിലനിർത്തുന്നത്, എങ്ങനെയാണ് അത് റെഗുലേറ്റ് ചെയ്യുന്നത്, താഴേക്ക് കുറഞ്ഞു പോകാതെ ഒന്ന് ക്രമീകരിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. ഈ ഗ്രന്ഥി എങ്ങനെയാണ് നമ്മുടെ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നിയന്ത്രിക്കുന്നുണ്ടായിരിക്കുക, ക്രമീകരിക്കുന്നുണ്ടായിരിക്കുക എന്നുള്ളതാണ് അല്ലെ. ചിത്രത്തെ സൂചിപ്പിക്കുന്നത് ആരെയാണ്, ഏതാണ് ഗ്രന്ഥി? പാൻക്രിയാസ് ആണ് അല്ലെ. പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസം അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് ജ്യൂസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് പാൻക്രിയാറ്റിക് ജ്യൂസ്. ആരാണ്? പാൻക്രിയാറ്റിക് ജ്യൂസ് ആണ്. ആൻഡ് ഇവര് ഹോർമോൺസ് ഉണ്ടാക്കുന്നതിന് 2 ഹോർമോൺസ് ആണ് ഉണ്ടാക്കുന്നത്, ഇൻസുലിനും ഗ്ലൂക്കഗോണും അല്ലെ. ഗ്ലൂക്കഗോണിന്റെ ജോലി എന്താണ്? ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നു അല്ലെ. അപ്പൊ നമ്മുടെ ശരീരത്തിൽ എപ്പോഴെങ്കിലൊക്കെ ഗ്ലൂക്കോസ് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്ത് ചെയ്യും, ഓൾറെഡി നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഗ്ലൈക്കോജനെ പിടിച്ചെടുത്തിട്ട് ഗ്ലൂക്കോസ് ആക്കി മാറ്റും അല്ലെ. അപ്പൊ അങ്ങനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ അവരെ സഹായിക്കുന്നത് ഈ പറഞ്ഞ ഗ്ലൂക്കഗോൺ എന്ന് പറഞ്ഞ ഹോർമോൺ ആണ്. അതുകൊണ്ട് നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ ഹോർമോൺ പ്രവർത്തിക്കുന്നത് കൊണ്ടിട്ട് നമ്മുടെ ഗ്ലൂക്കോസിന്റെ ലെവൽ ഓൾവേസ് ഒരു നോർമലി തന്നെ നിൽക്കും, അത് കുറഞ്ഞു പോകത്തില്ല എന്നുള്ളതാണ് അല്ലെ. കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ട്, നമ്മുടെ ഇൻസുലിൻ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു മീനിങ്. നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ ഇല്ല, അതുകൊണ്ടാണ് ഗ്ലൂക്കോസ് കൂടി നിൽക്കുന്നത്. ആൻഡ് മോറോവർ നമ്മൾ എന്തായിട്ട് മാറും, പ്രമേഹ രോഗികൾ അല്ലെങ്കിൽ ഡയബറ്റിക് പേഷ്യൻസ് ആയിട്ട് നമ്മൾ മാറും. ഓക്കെ, യെസ്. ഇനി ഇതുപോലെ തന്നെ വേറൊരു ചോദ്യമാണ്. ഗ്രന്ഥി വേറെ ഇവിടെ കൊടുത്തേക്കുന്നത് ആരാണിത്?
ഏതാണ് ആ എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്നുള്ളതാണ് കണ്ടെത്താനാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്ന ഏറ്റവും ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ ഏറ്റവും ആദ്യത്തെ ചോദ്യത്തിനകത്ത് വരുന്ന ഗ്രന്ഥി എന്ന് പറയുന്നത് നമ്മുടെ അഡ്രിനൽ ഗ്ലാൻഡ് ആണ്. ആരാണ്? അഡ്രിനൽ ഗ്ലാൻഡ് ആണ്. 1, 2 എന്ന് ലേബൽ ചെയ്തിരിക്കുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ്? 1, 2 എന്ന് ലേബൽ ചെയ്തിരിക്കുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ്? കോർട്ടെക്സും മെഡുലയും അല്ലെ, 2 ഭാഗങ്ങളേ ഉള്ളൂ അഡ്രിനൽ. അപ്പൊ സ്വാഭാവികമായിട്ട് അത് വരുള്ളൂ, കോർട്ടെക്സും അതുപോലെ തന്നെ മെഡുലയും. ആൻഡ് സി ചോദ്യം നോക്കുക, നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് നമ്മളുടെ എമർജൻസി ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഈ ഗ്രന്ഥിയിൽ നിന്ന് ഒരു ഹോർമോൺ ഉണ്ടാവുന്നുണ്ട്. ആ ഹോർമോണിന്റെ പേര് എഴുതുക അല്ലെ, ആപത്ത് ഘട്ടങ്ങളിൽ നമ്മൾക്ക് ഉണ്ടാകുന്ന ഹോർമോണിന്റെ പേര്. ഇനി അത് കൂടാതെ 1 എന്ന് പറഞ്ഞ് ലേബൽ ചെയ്തിരിക്കുന്ന ആ ഭാഗത്ത് ഉണ്ടാവുന്ന ഏതെങ്കിലും ഒരു ഹോർമോണും അതിന്റെ ഫംഗ്ഷനും എഴുതാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടേക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഗ്രന്ഥി എന്ന് പറയുന്നത് അഡ്രിനൽ ഗ്രന്ഥിയാണ്, അഡ്രിനൽ ഗ്ലാൻഡ് ആണ്. ആൻഡ് നമ്മൾക്ക് അറിയാം അതിനകത്ത് 2 ഭാഗങ്ങളാണ്. പുറത്തെ ഭാഗത്തിന് നമ്മൾ കോർട്ടെക്സ് അല്ലെ, കോർട്ടെക്സ് എന്ന് വിളിക്കും. അകത്തുള്ള ഭാഗത്ത് നമ്മൾ മെഡുല എന്ന് പറഞ്ഞിട്ട് വിളിക്കും. ആൻഡ് നമ്മൾക്ക് എമർജൻസി ഉണ്ടാകുന്ന സമയത്ത് നമ്മൾക്ക് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺസ് ആണ് എപ്പിനെഫ്രിൻ അല്ലെങ്കിൽ അഡ്രിനാലിൻ എന്ന് പറയുന്നത്. എപ്പിനെഫ്രിൻ അല്ലെങ്കിൽ അഡ്രിനാലിൻ. ആൻഡ് ഈ എപ്പിനെഫ്രിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സാധനത്തിന്റെ ഒപ്പം തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന വേറൊരു ഹോർമോൺ ആണ് നോർ എപ്പിനെഫ്രിൻ അല്ലെങ്കിൽ നോർ അഡ്രിനാലിൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എപ്പിനെഫ്രിൻ എന്ന് എഴുതിയാലും മതി, അതാണ് മെയിൻ ആയിട്ടുള്ള ആള്. ഓക്കെ, ഇനി അത് കൂടാതെ നിങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് കോർട്ടെക്സിൽ ഉണ്ടാകുന്ന വേറെ ഹോർമോൺസിന്റെ പേര് എഴുതാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കോർട്ടിസോൾ ഉണ്ടാകും, ആൽഡോസ്റ്റിറോൺ ഉണ്ടാകും, ലൈംഗിക ഹോർമോണുകൾ ഉണ്ടായിരിക്കും, അതിന്റെ ഫംഗ്ഷൻസും അല്ലെ. കോർട്ടിസോളിന്റെ ഫംഗ്ഷൻസ് എന്താണ്? നമ്മൾക്ക് പ്രധാനമായിട്ടും നമ്മളുടെ ലൈക്ക് ഡിഫൻസിന്റെ പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് സ്ലോ ആക്കുക, അലർജി ഒക്കെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട്, നീരൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് കുറയ്ക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കോർട്ടിസോളിന്റെ ജോലി എന്ന് പറയുന്നത്. ആൽഡോസ്റ്റിറോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് പ്രഷർ ഒക്കെ നിയന്ത്രിക്കും, അതുപോലെ നമ്മുടെ ശരീരത്തിലുള്ള ലവണങ്ങളുടെയും വാട്ടറിന്റെയും ഒക്കെ ഒരു ബാലൻസ് അല്ലെ, സോൾട്ട് വാട്ടർ ബാലൻസ് ഒക്കെ ഒന്ന് നിയന്ത്രിക്കും, ലവണ ജല സന്തുലിതാവസ്ഥ ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ലൈംഗിക ഹോർമോണുകളൊക്കെ ഉണ്ട് അല്ലെ, ലൈംഗിക അവയവങ്ങൾക്ക് പ്രവർത്തിക്കാൻ സഹായിക്കുന്ന ലൈംഗിക ഹോർമോണുകളും ഇതിനകത്തുണ്ട് എന്നുള്ളത് ഓർക്കുക. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യമാണ് ഇവിടെ നിങ്ങൾക്ക് വീണ്ടും സസ്യ ഹോർമോൺ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. എത്തിനീൻ റൈപ്പനിങ് ഓഫ് ഫ്രൂട്ട്. എത്തിനീൻ എന്ന് പറയുന്നത് ഫലം പാകമാകാൻ സഹായിക്കുമ്പോൾ എത്തിഫൺ എന്തിനു വേണ്ടിയിട്ടാണ്? എത്തിഫൺ എന്തിനു വേണ്ടിയിട്ടാണ്? എത്തിനിന്റെ തന്നെ ഗ്യാസ് ആയിട്ടുള്ള ഒരു രൂപമാണ് എത്തിഫൺ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ എത്തിഫൺ എന്തിനു വേണ്ടിയിട്ടാണ്? റബ്ബർ പാലിന്റെ ഉൽപാദനം കൂടാൻ വേണ്ടിയിട്ടാണ് അല്ലെ, റബ്ബർ പാലിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. റബ്ബർ പാലിന്റെ പേര് റബ്ബർ മിൽക്ക് എന്നല്ല, ലാറ്റക്സ് എന്നാണ്. ലാറ്റക്സ് റബ്ബർ പശയാണ് ശരിക്കും അത് അല്ലെ. അപ്പൊ ആ ഒരു ലാറ്റക്സ് ഉൽപാദനം കൂടാൻ വേണ്ടിയിട്ടാണെന്നുള്ളത് കൂടെ ഓർക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം. നമ്മൾക്ക് ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്, അതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, അത് ആൻസർ ചെയ്യുക. ദ ഹോർമോൺ ഓഫ് ദ എൻഡോക്രൈൻ ഗ്ലാൻഡ് പ്രസന്റ് ഓൺ ദ കിഡ്നീസ് പ്രിപ്പയർ അവർ ബോഡി ടു മീറ്റ് എമർജൻസീസ്. വിച്ച് ഗ്ലാൻഡ് ഈസ് ഇൻഡിക്കേറ്റഡ് അബവ്? ഏതാണ് ആ ഗ്ലാൻഡ്? ആൻഡ് എങ്ങനെയാണ് നമുക്ക് എമർജൻസി സിറ്റുവേഷനിൽ നമ്മുടെ ബോഡീനെ അത് പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരിക്കുക എന്നുള്ളതാണ്. അടിയന്തര അവസ്ഥകളിൽ ശരീരത്തെ പ്രവർത്തന സജ്ജമാക്കുന്ന ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നത് വൃക്കയുടെ മുകളിൽ കാണുന്ന അന്തസ്രാവി ഗ്രന്ഥിയാണ്. ഗ്രന്ഥി ഏതാണ്? ആൻഡ് ഈ ഗ്രന്ഥി അടിയന്തര സാഹചര്യങ്ങളിൽ നേരിടാൻ ശരീരത്തെ സജ്ജമാക്കുന്നത് എങ്ങനെയാണ് അല്ലെ. ഗ്രന്ഥി ഏതാണ്? ഗ്രന്ഥി എന്ന് പറയുന്നത് അഡ്രിനൽ ഗ്രന്ഥിയാണ് അല്ലെ, അഡ്രിനൽ ഗ്ലാൻഡ് ആണ്. ആൻഡ് ഈ അഡ്രിനൽ ഗ്ലാൻഡ് എന്തുണ്ടാക്കും? നമ്മുടെ എപ്പിനെഫ്രിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോർമോൺ ഉണ്ടാക്കും. എപ്പിനെഫ്രിൻ വരുമ്പോഴാണ് സ്വാഭാവികമായിട്ടും അതിന്റെ കൂട്ടത്തിൽ കൂടെ നോർ എപ്പിനെഫ്രിനും കൂടെ വരുന്നുണ്ട്. അപ്പോഴാണ് നമ്മളുടെ ശരീരത്തിൽ ഈ പറഞ്ഞ എമർജൻസി സിറ്റുവേഷനിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും. നമ്മുടെ മസിലുകളിലേക്കൊക്കെ കൂടുതലായിട്ടുള്ള രീതിയിൽ ബ്ലഡ് എത്തും, അതിൽ കൂടെ കൂടുതൽ ഓക്സിജൻ എത്തുന്നത്, നമ്മളുടെ ഹാർട്ട് ബീറ്റ് കൂടും, ശ്വസനം ആ ഒരു ബ്രീത്തിങ്ങിന്റെ റേറ്റ് കൂടും. അങ്ങനെയെല്ലാം കൂടുമ്പോൾ നമ്മൾക്കൊരു സിറ്റുവേഷൻ, അത് ഇപ്പൊ നമ്മൾ അതിനോട് ലൈക്ക് ഫൈറ്റ് ചെയ്യണമോ അല്ലെങ്കിൽ നമ്മൾ അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യണമോ എന്നൊക്കെയുള്ളത് നമ്മളെ ചെയ്യാൻ പ്രാപ്തമാക്കുന്നത് ഈ പറഞ്ഞ അഡ്രിനൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന അഡ്രിനാലിൻ അല്ലെങ്കിൽ എപ്പിനെഫ്രിൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഹോർമോൺ ആണെന്നുള്ളത് ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. അപ്പൊ എമർജൻസി സിറ്റുവേഷനുകളിൽ പ്രവർത്തിക്കുന്ന ഹോർമോൺ ആണ് ആര്? എപ്പിനെഫ്രിൻ അല്ലെങ്കിൽ അഡ്രിനാലിൻ. ഓർക്കുക. ഓക്കെ, യെസ്. അടുത്ത ചോദ്യം നോക്കാം. ഇവിടെ പല മനുഷ്യന്മാരുടെ രക്തത്തിന്റെ കാൽസ്യത്തിന്റെ അളവ് കൊടുത്തിട്ടുണ്ട്. ആർക്കാണ് നോർമൽ കാൽസ്യം ഉള്ളത്? എങ്ങനെയാണ് ഈ പറഞ്ഞ പോലെ നമ്മൾക്ക് കാൽസ്യത്തിന്റെ ലെവലിൽ എ എന്ന് പറഞ്ഞ മനുഷ്യനിലും ഡി എന്ന് പറഞ്ഞ മനുഷ്യനിലും വ്യത്യസ്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. അതിനുള്ള കാരണം എന്തായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഗ്രാഫ് തന്നിട്ട് രക്തത്തിന്റെ കാൽസ്യത്തിന്റെ അളവ് നോർമൽ ആയിട്ട് നിൽക്കുന്നത് സാധാരണ അളവ് ആർക്കാണെന്നുള്ളത് കണ്ടെത്തണം. അത് കൂടാതെ നമ്മൾക്ക് എ വ്യക്തിയിലും ഡി എന്ന വ്യക്തിയിലും കാൽസ്യത്തിന്റെ അളവ് വ്യത്യസ്തമായിരിക്കാനുള്ള കാരണം എന്താണ് എന്നും കൂടെ നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുള്ള ആവശ്യകതയുണ്ട്. ഓക്കെ, അപ്പോൾ ആർക്കൊക്കെയാണ് ഒരു നോർമൽ ആയിട്ടുള്ള ലെവൽ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊതുവെ സാധാരണ അളവുള്ളത് BCE എന്ന് പറഞ്ഞ മനുഷ്യന്മാർക്കാണ് നോർമൽ ആയിട്ടുള്ള അവസ്ഥയുള്ളത്. ആൻഡ് ഈ പറഞ്ഞ എയും ഡിയും വ്യത്യസ്തമാകുന്നതിന് കാരണം എ എന്ന് പറഞ്ഞ മനുഷ്യരിൽ പാരാതോർമോൺ എന്ന് പറഞ്ഞ ഗ്രന്ഥി പാരാതൈറോയിഡ് എന്ന് പറഞ്ഞ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന പാരാതോർമോണിന്റെ അളവ് കുറഞ്ഞിരിക്കുകയാണ്. ആൻഡ് ഡി എന്ന് പറഞ്ഞ മനുഷ്യനിൽ കാൽസിറ്റോണിന്റെ അളവ് കുറഞ്ഞിരിക്കുകയാണ്. ഇതാണ് അവസ്ഥ. ഓക്കെ, എയില് പാരാതോർമോൺ കുറഞ്ഞിരിക്കുന്നു, ഡിയിൽ കാൽസിറ്റോണിൻ കുറഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് അവരുടെ ഗ്രാഫുകൾ അത്ര വലുതും ചെറുതുമായിട്ട് കാണുന്നത്. നോർമൽ ലെവലിൽ നിൽക്കുന്നത് BCE എന്ന് പേരുള്ള മനുഷ്യന്മാർക്കാണ് എന്നുള്ളതും കൂടെ ഓർക്കുക കേട്ടോ. യെസ്, ഗ്രാഫ് തന്നിട്ട് ചോദ്യങ്ങൾ ഒരുപാട് തവണയായി മുന്നത്തേലും കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അതും കൂടെ ഒന്ന് നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം പോകാനായിട്ട്.
അടുത്ത ചോദ്യം നോക്കാം. ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ഈ ചിത്രം 2 അസുഖങ്ങളുടെ ചിത്രമാണ്, A, B എന്ന് പറഞ്ഞിട്ടുള്ള ചിത്രങ്ങൾ. ആൻഡ് ഈ അസുഖങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഗ്രന്ഥി ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഗ്ലാൻഡ് കണ്ടുപിടിക്കാനാണ് ഏറ്റവും ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഈ A, B എന്ന് പറഞ്ഞ 2 രോഗാവസ്ഥകൾ വ്യത്യസ്തമാകുന്നത്, ഡിഫറെന്റ് ആവുന്നത് എങ്ങനെയാണ് എന്നുള്ളതും. C ചോദ്യം നോക്കുക, തേർഡ് ചോദ്യം നോക്കുക. ഈ പറഞ്ഞ B എന്ന് പറഞ്ഞ ഒരു കണ്ടീഷനിൽ നമ്മൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ഫുഡ് ഹാബിറ്റ്, നമ്മൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ഭക്ഷണശീലം നിർദ്ദേശിക്കാനാണ് നിങ്ങളോട് പറഞ്ഞേക്കുന്നത് അല്ലെ. ഗ്രന്ഥി ഏതാണ്? ആ തൊണ്ട കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും തൈറോയ്ഡ് ഗ്രന്ഥിയാണ് അല്ലെ. ആൻഡ് A എന്ന് പറഞ്ഞ രോഗാവസ്ഥ ഏതാണ്? അത് നമ്മളുടെ ക്രെറ്റിനിസം ആണ്. ആൻഡ് ഹൈപ്പോതൈറോയിഡിസം എന്ന് എഴുതിയാലും മതി, കാരണം ഹൈപ്പോതൈറോയിഡിസത്തിന്റെ ഭാഗമാണ് ക്രെറ്റിനിസവും മിക്സഡിമയും. ക്രെറ്റിനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ ഉണ്ടാകുന്ന ലൈക്ക് തൈറോയ്ഡ് കുട്ടികളിൽ ഒരുപാട് നാൾ കുറഞ്ഞിരിക്കുന്നതാണ് ക്രെറ്റിനിസം. വലിയ ആളുകളിൽ കുറഞ്ഞിരിക്കുമ്പോൾ മിക്സഡിമ എന്ന് വിളിക്കും. ഇത് ക്രെറ്റിനിസം ആണ്, അല്ലെങ്കിൽ ഹൈപ്പോതൈറോയിഡിസം എന്ന് എഴുതിയാലും മതി. മറ്റത് ഗോയിറ്റർ ആണ് അല്ലെ. എന്താണ് അടുത്തത്? ഗോയിറ്റർ ആണ്. ഗോയിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയഡിന്റെ കുറവ് കൊണ്ടിട്ടുണ്ടാകുന്ന അസുഖമാണ് ഗോയിറ്റർ എന്ന് പറയുന്നത് അല്ലെ. ആൻഡ് ഭക്ഷണശീലം എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഭക്ഷണശീലം നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ ഒന്നില്ലെങ്കിൽ സീ ഫുഡ് കൂടുതലായിട്ട് കഴിക്കുക. ഓക്കെ, അയഡിനുള്ള, കാരണം അയഡിന്റെ കുറവ് കൊണ്ടിട്ടാണ് പൊതുവെ ഗോയിറ്റർ വരുന്നത്. അപ്പൊ അയഡിൻ കൂടുതൽ ഈ സീ ഫുഡിനകത്തൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് അയഡിൻ ചേർത്ത മത്സ്യങ്ങളൊക്കെ കഴിക്കുന്നത് നല്ലതായിരിക്കും. അതുകൂടാതെ അയഡിനുള്ള ലൈക്ക് അയഡിൻ ഉപ്പിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ, അയഡിൻ ഇന്ദുപ്പില്ലേ, അയഡിൻ അടങ്ങിയിട്ടുള്ള ഉപ്പാണ് ഇന്ദുപ്പ് എന്ന് പറയുന്നത്. അയഡൈസ്ഡ് സോൾട്ട് നമ്മൾ വിളിക്കും. ആ ഉപ്പിട്ടുണ്ടാക്കിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നതും നല്ലതാണ്. ഓക്കെ, യെസ്. അടുത്ത ചോദ്യം നോക്കാം. ഇവിടെ ഒരു ചിത്രീകരണം കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങളോട് പറഞ്ഞേക്കുന്നത് എക്സ് വൈ എന്ന് പറയുന്നത് 2 ഗ്ലാൻഡുകളാണ്, 2 ഗ്രന്ഥികളാണ്. അത് ഏതാണെന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ആൻഡ് എക്സ് ഉണ്ടാക്കിയിട്ട് സെഡ് സംഭരിക്കുന്ന, സെഡ് സ്റ്റോർ ചെയ്യുന്ന ഹോർമോൺ ഏതൊക്കെയാണ്? എക്സ് ആണ് ആ ഹോർമോൺ ഉണ്ടാക്കുന്നത്. ഓക്കെ, എക്സ് ഹോർമോൺ ഉണ്ടാക്കുന്നു, പക്ഷെ സ്റ്റോർ ചെയ്യുന്നത് ആരാണ്? ഇസഡിലാണ്. അങ്ങനെയുള്ള ഹോർമോൺ ഏതാണെന്ന് കണ്ടെത്തണം. പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ ഹോർമോണിന്റെ വ്യത്യാസം കൊണ്ടിട്ടുണ്ടാകുന്നത്, ദാറ്റ് മീൻസ് വൈ എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രന്ഥിയിൽ നിന്നുണ്ടാകുന്ന ഹോർമോണിന്റെ വ്യത്യാസം കൊണ്ടിട്ടുണ്ടാകുന്ന കുറച്ച് അസുഖങ്ങളുണ്ട്. ആ അസുഖങ്ങൾ ഏതൊക്കെയാണ്? 2 ഉണ്ട്. അത് നിങ്ങളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ റിലീസിംഗ് ഹോർമോൺ എങ്ങനെയാണ് തൈറോക്സിന്റെ ഉൽപാദനത്തിന് നിയന്ത്രിക്കുന്നുണ്ടായിരിക്കും? ഹൗ ഡസ് ദിസ് റിലീസിംഗ് ഹോർമോൺ വിൽ ബി കൺട്രോളിംഗ് ദ പ്രൊഡക്ഷൻ ഓഫ് തൈറോക്സിൻ? തൈറോക്സിന്റെ ഉൽപാദനം എങ്ങനെയാണ് അവർ കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളതും കൂടെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഗ്ലാൻഡ് ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എക്സ് എന്ന് പറഞ്ഞ ഗ്ലാൻഡ് എന്താണ്? ഹൈപ്പോതലാമസ് ആണ് അല്ലെ. ഹൈപ്പോതലാമസ് ആണ് എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഗ്ലാൻഡ് അല്ലെ. വൈ ആരാണ്? വൈ എന്ന് പറയുന്നത് പിറ്റ്യൂട്ടറി ആണ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ് വൈ എന്ന് പറഞ്ഞേക്കുന്നത്. ഇനി നമ്മളോട് ബി ചോദ്യമായിട്ട് ചോദിച്ചേക്കുന്നത് എന്താ? എക്സ് ഉൽപാദിപ്പിച്ച് സെഡിൽ സംഭരിക്കുന്ന ഹോർമോൺ ഏതാണ്? എക്സ് ഉൽപാദിപ്പിച്ച് ലൈക്ക് സെഡിൽ സംഭരിക്കുന്നത് ആരാണ്? നമ്മളുടെ ഓക്സിറ്റോക്സിൻ, വാസോപ്രസിൻ പോലെയുള്ള ഹോർമോണുകളാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അസുഖങ്ങളാണ് ജൈജാൻഡിസം, ഡ്വാർഫിസം, ക്രെറ്റിനിസം, മിക്സഡിമ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അസുഖങ്ങളാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ഇനി അതുകൂടാതെ എങ്ങനെയാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഹൈപ്പോതലാമസ് എന്തുണ്ടാക്കും? റിലീസിംഗ് ഹോർമോൺ ഉണ്ടാക്കും അല്ലെ. അതുവഴിയായിട്ടാണ് തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഉണ്ടാവുന്നുണ്ടായിരിക്കുക. അങ്ങനെ വന്നു കഴിയുമ്പോൾ തൈറോയ്ഡ് ഗ്ലാൻഡ് കൺട്രോൾ ആവും. തൈറോയ്ഡ് ഗ്ലാൻഡ് തൈറോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എപ്പോഴാണെന്നൊക്കെ ഉള്ളത് കൺട്രോൾ ചെയ്യാൻ അവനെ കൊണ്ട് സാധിക്കും അല്ലെ. TSH കൊണ്ട് അത് സാധിക്കും എന്നുള്ളതാണ് അല്ലെ. അപ്പൊ എക്സ് എന്ന് പറയുന്നത് ഹൈപ്പോതലാമസും വൈ എന്ന് പറയുന്നത് പിറ്റ്യൂട്ടറിയുടെ മുൻതലവുമാണ്. ഉണ്ടാകുന്ന ഹോർമോൺ എന്ന് പറയുന്നത് ഓക്സിറ്റോക്സിനും വാസോപ്രസിനും വരും. അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അസുഖങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ വാമനത്വം, ഭീമാകാരത്വം, അക്രോമഗാളി അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ആയിരിക്കും വരുന്നുണ്ടായിരിക്കുക. ആൻഡ് ഒരു കാര്യം കൂടെ പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിലീസിംഗ് ഹോർമോൺസ് എന്ത് ഉൽപ്പാദിപ്പിക്കുന്നു? നമ്മളുടെ TSH ഉൽപ്പാദിപ്പിക്കും. ഈ TSH വഴിയായിട്ട് നമ്മൾക്ക് തൈറോയ്ഡ് ഗ്ലാൻഡ് ഉണ്ടാക്കുന്ന നമ്മുടെ തൈറോക്സിന്റെ അളവിനെ കൺട്രോൾ ചെയ്യാനായിട്ടും കൂടെ സാധിക്കും എന്നുള്ളത് ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. ഓക്കെ, യെസ്. ഇനി അടുത്തൊരു ചോദ്യം നോക്കാം. ഇവിടെ നിങ്ങൾക്ക് ഒരു ഫ്ലോ ചാർട്ട് തന്നിട്ടുണ്ട്. ഇത് ഫില്ല് ചെയ്യുക. ജസ്റ്റ് ഇവിടെ ബോക്സിൽ തന്നിട്ടുണ്ട് കുറച്ച് സാധനങ്ങൾ, അത് വെച്ചിട്ട് നമ്മൾ ഫില്ല് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് തന്നേക്കുന്ന സാധനങ്ങൾ വെച്ചിട്ട് ഇത് ജസ്റ്റ് ഫില്ല് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അല്ലെ. അപ്പോൾ ഒരു 6 ഡാഷ് ഉണ്ട് അല്ലെ. 1 2 3 4 5 6 ഡാഷസ് ഉണ്ട്. അതൊന്ന് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങളോട് തന്നേക്കുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വണ്ണില് റൈപ്പനിങ് ഓഫ് ലീവ്സ് ആൻഡ് ഫ്രൂട്ട്സ്, ഇലയും അതുപോലെ തന്നെ ലീഫ് എല്ലാം പഴുക്കാൻ കാരണമാകുന്നത് ആരാണ്? എത്തിലീൻ ആണ് എന്നുള്ളത് ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. രണ്ടാമത്തത് നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. എന്താണ്? നമ്മളുടെ ടെർമിനൽ ബഡ്സ് ഗ്രോ ചെയ്യുന്നതിന് കാരണമാകുന്നത് ആരാണ്? ടെർമിനൽ ബഡ്സ് ഗ്രോ ചെയ്യാനായിട്ട് കാരണമാകുന്നത് ആരാണ്? ദാറ്റ് ഈസ് ഓക്സിൻ. തേർഡ് വൺ വരുന്നത് ഗിബർലിൻ ആണ്. അവിടെ എങ്ങും വരാത്തൊരു സാധനം ഗിബർലിൻ ആണ്. ആൻഡ് ഗിബർലിന്റെ താഴെ 4th ബോക്സിൽ വരുന്നത് എന്തായിരിക്കും?
നമ്മുടെ ഫുഡ് സ്റ്റോർ ചെയ്ത് വെച്ചത് നമ്മൾക്ക് ബ്രേക്ക് ചെയ്ത് മുളയ്ക്കാൻ അത് സഹായിക്കുന്നു അല്ലെ. സംഭരിത ആഹാരത്തെ വിഘടിപ്പിച്ച് മുളയ്ക്കാൻ സഹായിക്കുന്നത് ആണ് 4th വരുന്നുണ്ടായിരിക്കുക. 5ാമത്തേൽ വരുന്നത് ആരാണ്? അബ്സസിക് ആസിഡ് ആണ്. അബ്സസിക് ആസിഡ് ആണ് 5ാമത്തേൽ വരുന്നുണ്ടായിരിക്കും. ഡോർമൻസി ഓഫ് എംബ്രയോയ്ക്ക് കാരണമാകുന്നത്, ഭ്രൂണ ഒരു സ്തംഭനാവസ്ഥയ്ക്ക് കാരണമാകുന്നത് അബ്സസിക് ആസിഡ് ആണ്. സൈറ്റോകിനിന്റെ താഴെ വരുന്നത് എന്തായിരിക്കും? സെൽ ഡിഫറൻസിയേഷൻ, കോശ വൈവിധ്യവൽക്കരണമാണ് 6ാമത്തെ ആ ഒരു ഡാഷിലും വരുന്നുണ്ടായിരിക്കാം കേട്ടോ. ഇതൊക്കെയാണ് ആൻസേഴ്സ് ആയിട്ട് വരുന്നത്. എത്തിലിൻ, ഓക്സിൻ, ഗിബറലിൻ, പിന്നെ അതുപോലെ തന്നെ ബ്രേക്ക് ഡൗൺ ഓഫ് ഫുഡ് സ്റ്റോർ ടു ഫെസിലിറ്റേറ്റ് ജെർമിനേഷൻ, അബ്സസിക് ആസിഡ് ആൻഡ് സെൽ ഡിഫറൻസിയേഷൻ എന്നുള്ളതാണ്. സെൽ ഡിഫറൻസിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോശവൈവിധ്യവൽക്കരണം, പിന്നെ ആ ഒരു സംഭരിച്ചു വെച്ചിരിക്കുന്ന ആഹാരത്തെ വിഘടിപ്പിച്ച് വിത്ത് മുളയ്ക്കണം അല്ലെ, അതിന് വേണ്ടിയിട്ടും കൂടെ ഇത് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഗിബറലിൻ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ്. ഓക്കെ, യെസ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം വന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ഹോർമോൺസ് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അത് വെച്ചിട്ട് കുറച്ച് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. അത് ആൻസർ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. പിറ്റ്യൂട്ടറി ഉണ്ടാക്കുന്ന ഹോർമോണുകൾ ഏതൊക്കെയാണ്? പിറ്റ്യൂട്ടറി ഉണ്ടാക്കുന്ന ഹോർമോൺസ് ഏതൊക്കെയാണ്? പിറ്റ്യൂട്ടറി ഉണ്ടാക്കുന്ന ഹോർമോൺസ് എന്ന് പറയുന്നത് ഓക്സിറ്റോക്സിൻ വരും, പിന്നെ അതുപോലെ തന്നെ വാസോപ്രസിൻ വരും അല്ലെ. പിറ്റ്യൂട്ടറി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഓക്സിറ്റോക്സിനും വാസോപ്രസിനും. ഓക്കെ, അപ്പോൾ പിറ്റ്യൂട്ടറിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതൊക്കെയാണ്? ഓക്സിറ്റോക്സിനും അതുപോലെ തന്നെ വാസോപ്രസിനുമാണ് ഉണ്ടാകുന്നത്. ഓക്കെ, ഓക്സിറ്റോക്സിനും വാസോപ്രസിനും ഉണ്ടാവും, പ്ലസ് സൊമാറ്റോട്രോപ്പിനും കൂടി ഉണ്ടാവും. സൊമാറ്റോട്രോപ്പിൻ ഗ്രോത്ത് ഹോർമോൺ അല്ലേ, അപ്പോൾ അതും കൂടി ഉണ്ടാകും എന്നുള്ളത് ഓർത്ത് വെച്ചിരിക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ പോസ്റ്റീരിയർ ലോബിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഹോർമോണും അതിന്റെ ഫംഗ്ഷനും. പോസ്റ്റീരിയർ ലോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്തളമാണ് അല്ലെ. പിന്തളത്തിൽ സൂക്ഷിച്ചു വെക്കുന്നത് ആരെയാണ്? ഓക്സിറ്റോക്സിനെയാണ്. ഓക്സിറ്റോക്സിൻ എന്ത് വേണ്ടിയിട്ട് സഹായിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും നമ്മളുടെ ഈ പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ട് സഹായിക്കും, അതുപോലെ തന്നെ ലാക്ടേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, പാൽ ഉൽപാദനത്തിന് വേണ്ടിയിട്ടൊക്കെ സഹായിക്കും, അതിനൊക്കെ സഹായിക്കുന്നുണ്ട്. അത് കൂടാതെ നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ ഡെലിവറി പെയിൻ ഒക്കെ ഉണ്ടാവുന്നില്ലേ, ആ പെയിൻ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കുന്നത് ഓക്സിറ്റോക്സിൻ ആണ്. വേറൊരു ഹോർമോൺ കൂടെ പിറ്റ്യൂട്ടറിയുടെ പിന്തളത്തിലുണ്ട്, ദാറ്റ് ഈസ് പോസ്റ്റീരിയർ ലോബിലുണ്ട്. അതാണ് വാസോപ്രസിൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആന്റി ഡയോററ്റിക് ഹോർമോൺ എന്ന് പറയുന്നത്. നമ്മുടെ കിഡ്നിയിൽ നിന്നിട്ടുള്ള വെള്ളത്തിനെ റീഅബ്സോർബ് ചെയ്യാൻ, ജലത്തിന്റെ പുനരാകരണത്തിന് വേണ്ടിയിട്ട് സഹായിക്കുന്നത് ആ ഒരു ഹോർമോൺ ആണ് എന്നുള്ള കാര്യം ഓർത്തു വെച്ചിരിക്കുക കേട്ടോ. ഇനി പിറ്റ്യൂട്ടറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി, പിറ്റ്യൂട്ടറിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഹൈപ്പോതലാമസ് ഉണ്ടാക്കുന്ന ഹോർമോൺസ് ഏതൊക്കെയാണെന്നുള്ളതാണ് ചോദ്യം. ഇൻഹിബിറ്ററി ഹോർമോണും റിലീസിംഗ് ഹോർമോണും വരും. ഓക്കെ, ഇൻഹിബിറ്ററി ഹോർമോണും റിലീസിംഗ് ഹോർമോണും ആണ് ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഈ ഹോർമോൺസ് പിറ്റ്യൂട്ടറിനെ കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളതാണ് ഡി ചോദ്യം. അപ്പോൾ നമുക്ക് ഡി ചോദ്യം നോക്കാം. പൊതുവേ നമ്മുടെ റിലീസിംഗ് ഹോർമോൺ വരുമ്പോഴാണ് ആന്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറി സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് അത് ഹോർമോൺസ് എല്ലാം റിലീസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ആൻഡ് ഇൻഹിബിറ്ററി ഹോർമോൺ വരുമ്പോൾ എന്ത് പറ്റും? അതങ്ങ് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ റിലീസിംഗ് ഹോർമോൺ വന്നു കഴിഞ്ഞാൽ പിറ്റ്യൂട്ടറി ഹോർമോൺസിനെ റിലീസ് ചെയ്ത് തുടങ്ങും അല്ലെ. ഇൻഹിബിറ്ററി ഹോർമോൺ വന്നു കഴിഞ്ഞാൽ അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ആവും. അങ്ങനെയാണ് ഈ സംഭവം നടക്കുന്നത് കേട്ടോ. റിലീസിംഗ് ഹോർമോൺ വന്നു കഴിഞ്ഞാൽ ഉൽപാദനം തുടരുന്നു, ഇൻഹിബിറ്ററി ഹോർമോൺ വന്നു കഴിഞ്ഞാൽ ഉൽപാദനം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, യെസ്. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാവേ. ഇവിടെ എക്സ് വൈ എന്ന് പറഞ്ഞിട്ട് 2 ഡാഷുകൾ കൊടുത്തിട്ടുണ്ട്. എക്സ് വൈ എന്ന് പറഞ്ഞിട്ടുള്ള ഡാഷുകളിനകത്ത് നിങ്ങൾ ഫിൽ ചെയ്യണം ഹോർമോൺസ് ഏതൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ കണ്ടെത്തണം. അതാണ് ഫസ്റ്റ് ചോദ്യം. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കുക. നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഗ്ലാൻഡ് ഏതാണ് എന്നുള്ളതാണ്. ഓക്കെ, ഗ്ലാൻഡ് ഏതാണ് എന്നുള്ളത്. ഓക്കെ, ഇനി സി ചോദ്യം നോക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന അസുഖം എന്താണ്, അതിന്റെ ലക്ഷണങ്ങൾ എഴുതണം. പിന്നെ വൈ എന്ന് പറഞ്ഞിട്ടുള്ള ഹോർമോണിന് ഉള്ള മറ്റൊരു ധർമ്മം എന്താണ്, രക്തത്തിന്റെ ഗ്ലൂക്കോസ് അളവ് ക്രമീകരിക്കാനുള്ള വേറൊരു പ്രവർത്തനം അല്ലെ, ബ്ലഡിലെ ഷുഗറിന്റെ വാല്യൂ ക്രമീകരിക്കാനുള്ള ഒരു പ്രവർത്തനം എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എക്സ് വൈ എന്ന് സൂചിപ്പിക്കുന്ന ഹോർമോൺസ് എന്താ? എക്സ് എന്ന് പറയുന്നത് ഇൻസുലിൻ ആണ്, വൈ എന്ന് പറയുന്നത് ഗ്ലൂക്കഗോൺ ആണ് അല്ലെ. ഗ്രന്ഥി ഏതാണ്? ദാറ്റ് ഇസ് പാൻക്രിയാസ്. അസുഖം ഉണ്ടാകുന്നത് എന്താണ്? ഡയബറ്റിസ് മെല്ലിറ്റസ് ആണ്. ലക്ഷണം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും നമുക്ക് യൂറിനേറ്റ് ചെയ്യാൻ തോന്നും, ഭയങ്കരമായിട്ടുള്ള ദാഹം ഉണ്ടായിരിക്കും, അതുപോലെ ഭയങ്കരമായിട്ടുള്ള വിശപ്പും ഉണ്ടായിരിക്കും. പിന്നെ മറ്റൊരു ജോലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമിനോ ആസിഡിൽ നിന്ന് ഗ്ലൂക്കോസ് ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കും അല്ലെ. വിത്ത് ദ ഹെൽപ്പ് ഓഫ് അമിനോ ആസിഡ്സ് അവർക്ക് എന്തുണ്ടാക്കിയെടുക്കാൻ പറ്റും? ഗ്ലൂക്കോസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ആൻസേഴ്സ് ആയിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഗ്ലൂക്കോസിൽ നിന്ന് അമിനോ ആസിഡ്സിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ പറഞ്ഞ വൈ എന്ന് പറഞ്ഞ ഹോർമോണിന്റെ വേറൊരു പ്രവർത്തനം എന്നുള്ളതും കൂടെ ഓർത്ത് വെച്ചിരിക്കാം. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് കുറെ നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഇടയിൽ പീനിയൽ ഗ്ലാൻഡിന്റെ ഒരു കാര്യം ഓർത്ത് വെച്ചേക്കണം. നമ്മുടെ മസ്തിഷ്കത്തിലുള്ള ഒരു ഗ്ലാൻഡ് ആണ്. മെലറ്റോണിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോർമോൺ ഉണ്ടാക്കും. ഉറക്കം അതുപോലെയുള്ള നമ്മുടെ ദൈനംദിന കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ആളാണ് ആര്? നമ്മുടെ പീനിയൽ ഗ്ലാൻഡ് അല്ലെങ്കിൽ മെലറ്റോണിൻ എന്ന് പറയുന്നത്. പിന്നെ ടെസ്റ്റിസ് ഉണ്ട്, ടെസ്റ്റോസ്റ്റിറോൺ ഉണ്ടാക്കുന്നു. ടെസ്റ്റോസ്റ്റിറോൺ ആണ് പ്രധാനമായിട്ടും
നമ്മുടെ പുരുഷന്മാരുടേതായിട്ടുള്ള കുറേ ചേഷ്ടകളൊക്കെ ഉണ്ടാക്കുന്നത് ഈ പറഞ്ഞ ടെസ്റ്റോസ്റ്ററോൺ ആണ്. മീശ, താടി വളർച്ച, സൗണ്ട് കുറച്ച് ഡീപ്പൻഡ് ആവുന്നതിനൊക്കെ കാരണം ഇവനാണ്. ആ ഒരു അഗ്രസീവ്നെസ് ഉണ്ടാക്കുന്നതിനും കാരണം ടെസ്റ്റോസ്റ്ററോൺ ആണ്. ആൻഡ് ഓവറിൽ നിന്ന് ഉണ്ടാകുന്നതാണ് നമ്മളുടെ ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും. മെനസ്ട്രേഷൻ, പ്രഗ്നൻസി അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് അതും കൂടെ സഹായിക്കുന്നുണ്ട്. ബാക്കി ഓൾമോസ്റ്റ് കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് മിസ്സിന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഈ രീതിയിൽ പല തരത്തിൽ ഈ ഒരു ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിച്ചിട്ട് വേണം പോകാനായിട്ട്. ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്നൊരു കാര്യം കൂടെ പ്രതീക്ഷിച്ചേക്കണം. ആ ഒരു ലൈക്ക് നമ്മളുടെ നമ്മൾ മറ്റേ വാസപ്രസിന്റെ കാര്യം പഠിക്കുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ കൂടെ പഠിച്ചു പോയേക്കണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മഴക്കാലത്ത് നമ്മളുടെ യൂറിന്റെ ഉൽപാദനം കൂടുതലായിരിക്കും ആൻഡ് വേനൽക്കാലത്ത് കുറവായിരിക്കും. അതിനുള്ള ആ ഒരു റീസണും കൂടെ എഴുതിയേക്കണം. കാരണം വേനൽക്കാലത്ത് നമ്മൾ ഒരുപാട് വെള്ളം വിയർപ്പിലൂടെ നഷ്ടപ്പെടുത്തി കളയുന്നുണ്ട്. ഇനി അധികം വെള്ളം നമ്മുടെ കയ്യിൽ ഇല്ല യൂറിനായിട്ട് കളയാൻ വേണ്ടി. അതുകൊണ്ടാണ് വേനൽക്കാലത്ത് യൂറിന്റെ അളവ് കുറവായിട്ടിരിക്കുന്നത്. മഴക്കാലത്ത് എന്ന സ്ഥാനത്ത് നമ്മൾ വേർക്കാത്തത് കൊണ്ടിട്ട് ഒത്തിരി വെള്ളം മിച്ചം ഉണ്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ വേർപ്പിലൂടെ കുറേ അധികം വേർപ്പല്ല യൂറിനിലൂടെ കുറേ അധികം വാട്ടർ നഷ്ടപ്പെടുത്തി കളയുന്നു എന്നുള്ളതാണ്. ആ ഒരു കാര്യം കൂടെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കാം കേട്ടോ. അത്രയുള്ള മിസ്സിന് പറയാനായിട്ട്. അപ്പം ബൈ ബൈ.